റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ആദ്യം. വിവാദ ബ്രൂവറിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്ന എലപ്പുള്ളി പഞ്ചായത്തിന്റെ വാദം പൊളിയുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാഥമിക അനുമതി നൽകിയ യോഗത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പദ്ധതിയുടെ പൂർണ്ണരൂപം മിനിറ്റ്സിൽ വ്യക്തമാണ്. ബ്രൂവറിയിൽ അഭിപ്രായം തേടി KSIDC പഞ്ചായത്തിന് അയച്ച കത്തും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ കത്തിനെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും സെക്രട്ടറി അറിയിച്ചിട്ടില്ലെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബുവിന്റെ പ്രതികരണം. എത്ര കൂസലില്ലാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഇത്രയും നാൾ നുണ പറയിപ്പിച്ചതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് ചോദിച്ചു. പ്രതികരണങ്ങൾ കാണാം ആദ്യം. ഇതുവരെ കണ്ടിട്ടില്ല. ഡേറ്റ് പോലും ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണ്. മാധ്യമങ്ങളിൽ നിന്നും വിവരം ലഭിച്ച ശേഷമാണ് സെക്രട്ടറിയോട് ചോദിക്കുന്നത്. സെക്രട്ടറി പറഞ്ഞു 6 മാസങ്ങൾക്ക് മുൻപ് ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വ്യവസായ വകുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ വ്യക്തമായി ചോദിച്ചു സെക്രട്ടറിയോട്, സെക്രട്ടറി എന്നാണ് നിങ്ങൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തത്, എനിക്ക് അതിൻ്റെ പ്രിൻ്റ് വേണം എന്ന് പറഞ്ഞു. സൈറ്റിൽ കിടപ്പുണ്ട്, ഞാൻ നോക്കട്ടെ, 6 മാസങ്ങൾക്ക് മുൻപാണ് എന്ന് പറഞ്ഞു. ഇന്നലെയാണ് പറയുന്നത് 1 വർഷം മുൻപാണ് എന്ന് പറഞ്ഞു. പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇന്റർവ്യൂ വരെ കൊടുത്തു കളഞ്ഞു ഒരു പത്രം. ഇന്നൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്, പഞ്ചായത്തിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളത് അല്ലേ? KSIDC അതെ 14. എന്നിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചത് ആരാണ് ഈ കള്ളം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത്? 1 വർഷം മുമ്പ് പഞ്ചായത്തിനെ ഇക്കാര്യം അറിയിക്കുകയും പഞ്ചായത്തിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ട് എത്ര കൂസലില്ലാതെയാണ് ഈ കള്ളം പ്രചരിപ്പിച്ചത്? വിവാദങ്ങൾക്കിടെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ബ്രൂവറി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം സന്ദർശിച്ചു. അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു. VS രഞ്ജിത്തും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എക്സൈസ് മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതേക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ഒളിച്ചുകളി നടത്തിയിട്ടില്ല എന്ന്. എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൃത്യമായ ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു എന്നത് പ്രസിഡന്റ് അറിയാതെ പോയതാണോ? എന്താണ് അവിടെ നടന്നത് രഞ്ജിത്ത്? ഈ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 2 സാധ്യതകളാണ് സുജയ ഉള്ളത്. ഒന്നുകിൽ പ്രസിഡന്റ് കളവ് പറയുകയാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യങ്ങൾ പ്രസിഡന്റിൽ നിന്ന് മറച്ചുവെച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അക്കാര്യം പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി 600-650 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഈ ജലചൂഷണം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്ന പ്രകാരമാണെങ്കിൽ അത്തരത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് പ്രാഥമികമായ ചർച്ച പോലും നടത്താതെ ഞങ്ങൾ അറിയില്ല എന്നൊരു മറുപടി മാത്രം പറഞ്ഞു എന്നുള്ളതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന 2 രേഖ, ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ KSIDC ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുന്നതാണ്. 2024 ഫെബ്രുവരി മാസം 14-ാം തീയതി ഇറങ്ങിയ കത്ത്, അത് 22-ാം തീയതി പഞ്ചായത്ത് സെക്രട്ടറി കൈപ്പറ്റുന്നു. 26-ാം തീയതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പദ്ധതിയിൽ നടന്ന കള്ളക്കളികൾ പൊളിക്കുന്ന വിവരങ്ങളാണ് VS രഞ്ജിത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.